ഹലോ വെൽക്കം. നമ്മൾ ഇന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന സബ്ജക്റ്റിലെ യൂണിറ്റ് 1 ബ്ലോക്ക് 2 യൂണിറ്റ് 1 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, യെസ്. എല്ലാവരും ഒന്ന് ഉഷാറായിരിക്കും. ഇത് കുറച്ച് ലെങ്തി ചാപ്റ്റർ ആണ്, പക്ഷെ നമുക്ക് പെട്ടെന്ന് പറയാം. ഓക്കെ, പെട്ടെന്ന് കേട്ടോളി. അപ്പൊ യൂണിറ്റ് 1 ലേണിംഗ് ടു ലിസണിങ്ങിനെ കുറിച്ചിട്ട് തന്നെ വീണ്ടും പറയുന്നത്. അപ്പം നമ്മൾ റിസപ്റ്റീവ് ഓർ പാസീവ് സ്കിൽസ് എന്നാണ് ബ്ലോക്ക് 2 പേര്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഹിയറിംഗ് എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഹിയറിംഗ് ഈസ് എ കാഷ്വൽ ആക്ടിവിറ്റി ആണ്, ലിസണിംഗ് ഡെലിബറേറ്റ് ആക്ടിവിറ്റി ആണെന്ന് പറഞ്ഞു. ഹിയറിംഗ് എന്താണ്? കാഷ്വൽ ആക്ടിവിറ്റി ആണ്, വൈൽ ലിസണിംഗ് ഈസ് എ ഡെലിബറേറ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു. വെൻ വി ലിസൺ വി ആർ സെർച്ചിങ് ഫോർ ഇൻഫർമേഷൻ. ലിസൺ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? സെർച്ചിങ് ഫോർ ഇൻഫർമേഷൻ, ഫാക്ട്സ് ഓർ എന്റർടൈൻമെന്റ് എന്നുള്ളത് പറഞ്ഞു. ദ ലിസണർ ആൻഡ് സ്പീക്കർ ഷുഡ് യൂസ് കോമൺ ലാംഗ്വേജ്. രണ്ടാളും കോമൺ ലാംഗ്വേജ്, ലിസണറും സ്പീക്കറും കോമൺ ലാംഗ്വേജ് ഉപയോഗിക്കണം. അല്ലെങ്കിൽ മറ്റേക്ക് മനസ്സിലാവാത്ത ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് അതിൽ കാര്യമൊന്നുമില്ല. അപ്പം ലിസണറും സ്പീക്കറും കോമൺ ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു. സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ലിസണിംഗ്. ഈ ലിസണിംഗിന്റെ സ്റ്റെപ്സ് ഉണ്ടല്ലോ, ഇതൊന്ന് സ്റ്റെപ്സ് മാത്രം ഒന്ന് കാണാതെ പഠിക്കാം. എന്താണ് ഹിയർ? ആദ്യം കേൾക്കും, പിന്നെ ഫിൽറ്റർ, അതുപോലെ തന്നെ കോംപ്രിഹെൻഡ്, റിമെമ്പർ, പിന്നെ അത് റെസ്പോണ്ട്, അതിന് പ്രതികരിക്കും. ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് സ്റ്റെപ്സ് ഇൻവോൾവിംഗ് ലിസണിംഗ്, ഇത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ എന്ത് ലിസണിംഗിന്റെ പിന്നെ ഇതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് മാത്രം ഒന്ന് പഠിക്കാം. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, അടുത്തതിലേക്ക് പോകാം. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ലിസണിംഗ്? ഇതാണ് നിങ്ങൾക്ക് ഇവിടെ വരാൻ ഏറ്റവും ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. ടൈപ്സ് ഓഫ് ലിസണിംഗ് ഏതൊക്കെ? ആക്റ്റീവ് ലിസണിംഗ് ഉണ്ട്, പാസീവ് ലിസണിംഗ് ഉണ്ട്. ആക്റ്റീവ് ലിസണിംഗ് എന്താ? നമ്മൾ പറഞ്ഞതാണ്, എൻഗേജിംഗ് ഫുള്ളി വിത്ത് ദ സ്പീക്കർ ബൈ പേയിങ് അറ്റൻഷൻ, അണ്ടർസ്റ്റാൻഡ്, റെസ്പോണ്ട് ആൻഡ് റിമെമ്പർ. അപ്പൊ എന്താണ് നമ്മൾ ഫുൾ അറ്റൻഷനും സ്പീക്കറിന് കൊടുക്കുന്നതാണ് എന്ത്? ആക്റ്റീവ് ലിസണിംഗ്. പാസീവ് ലിസണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ലിസണിംഗ് വിത്തൗട്ട് ആക്റ്റീവ്ലി എൻഗേജിംഗ് ഓർ റെസ്പോണ്ടിങ്. അല്ലെ, നമ്മൾ അധികം പിന്നെ ആക്റ്റീവായിട്ട് നിൽക്കാതെ റെസ്പോണ്ട് ഒന്നും ചെയ്യാതെ നിൽക്കുന്നതാണ് പാസീവ് ലിസണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടാണ് ഇത് കൂടുതൽ പറയാത്തത്. അപ്പോൾ ആക്റ്റീവ് ലിസണിംഗ്, പാസീവ് ലിസണിംഗ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അറിയാം. ഈ അപ്രീഷിയേറ്റ് ലിസണിംഗ് ആണ് ലിസണിംഗ് ഫോർ എൻജോയ്മെന്റ് ഓർ അപ്രീഷിയേറ്റ് the aesthetic quality of the message. For example, listening a song or watching movie for pleasure and enjoyment. അപ്പോൾ നമ്മൾ ഇത് അപ്രീഷിയേറ്റീവ് ലിസണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, ഒരു സോങ്ങോ അല്ലെങ്കിൽ മൂവിയോ ഒക്കെ വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് എൻജോയ്മെന്റ് കിട്ടൂലേ. അപ്പോൾ ലിസണിംഗ് ഫോർ എൻജോയ്മെന്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അപ്രീഷിയേറ്റീവ് ലിസണിംഗ് എന്താണ്? ലിസണിംഗ് ഫോർ എൻജോയ്മെന്റ്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കുക. അടുത്തത് കോംപ്രിഹെൻസീവ് ലിസണിംഗ്. കോംപ്രിഹെൻസീവ് ലിസണിംഗ് എന്താ? കോംപ്രിഹെൻസീവ് ലിസണിംഗ് ഇൻവോൾവ്സ് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് റിറ്റൈനിങ് ദ മെസ്സേജ് ബീങ് കമ്മ്യൂണിക്കേറ്റ്. ഫോർ എക്സാമ്പിൾ, ഡ്യൂറിംഗ് എ ലെക്ചർ ഓർ on a climate change, you focus on grasping the main concept, asking questions for clarity, and later recall the information to apply it. ഡിസ്കസിംഗ് ഓർ അസൈൻമെന്റ്സ്, എൻഷുറിംഗ് ഫുൾ കോംപ്രിഹെൻഷൻ ഓഫ് ദ ടോപ്പിക്. അതെന്താണെന്ന് വെച്ചാൽ കോംപ്രിഹെൻസീവ് ലിസണിംഗ് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ലെക്ചർ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ എന്തിനെ പറ്റിയിട്ടാണെന്നുള്ളത് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഐഡിയ ഒക്കെ കൺസെപ്റ്റും ഗ്രാസ്പ് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ അതിന് ക്ലാരിറ്റി ഉണ്ടാകാൻ ആസ്ക് ക്വസ്റ്റ്യൻ ചെയ്യും. അത് ലേറ്റർ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ജീവിതത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിലോ നമ്മൾ അത് ചെയ്യുകയും ചെയ്യും. ഇതിനാണ് കോംപ്രിഹെൻസീവ് ലിസണിംഗ് എന്ന് പറയട്ടോ. എൻഷുറിംഗ് ഫുൾ കോംപ്രിഹെൻഷൻ ഓഫ് ദ ടോപ്പിക്, കംപ്ലീറ്റ് ആയിട്ടുള്ള കോംപ്രിഹെൻഷൻ ഓഫ് ലിസണിംഗ് എന്ന് പറയും എന്നുള്ളത് മനസ്സിലാക്കാം. എംപത്തറ്റിക് ലിസണിംഗ് എന്താ? ലിസണിംഗ് വിത്ത് intention of understanding the speaker's feeling, emotions or experience. Empathetic listening എന്ന് പറഞ്ഞാൽ listening with ഇന്റൻഷൻ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സ്പീക്കേഴ്സ് ഫീലിംഗ്. നമ്മൾ അങ്ങനെ ഉണ്ടാവും ചില സമയത്ത് നമ്മൾ സ്പീക്കറിന്റെ ഫീലിംഗ് മനസ്സിലാക്കുക, ഫീലിംഗ് കേൾക്കാനുള്ള രൂപത്തിലുള്ള ലിസണിംഗ് ആണ് എംപത്തറ്റിക് ലിസണിംഗ്. എംപത്തറ്റിക് ലിസണിംഗിൽ പറയുന്ന കാര്യം എന്താ? ലിസണിംഗ് എ ഫ്രണ്ട്, നമ്മൾ ഒരു ഫ്രണ്ടിനെയൊക്കെ ലിസൺ ചെയ്യുക. ഷെയർ ദർ ട്രബിൾ ആൻഡ് റെസ്പോണ്ടിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് കമ്പേഷൻ. നമുക്ക് അദ്ദേഹത്തിന് ആ ഫ്രണ്ടിനോട് ഒരു അനുകമ്പയൊക്കെ ഉണ്ടായിട്ട് നമ്മൾ അവരെ ഫീലിംഗ് ഒക്കെ കേട്ടിരിക്കൂലേ, അതിനാണ് എംപത്തറ്റിക്. ആർക്കെങ്കിലും ഭയങ്കര ഒരു ട്രാജിക് ആയിട്ടുള്ള ഫീലിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കേട്ടിരിക്കും. നമുക്ക് ആവശ്യം ഉണ്ടായിട്ടൊന്നല്ല, നമ്മളത് കേട്ടിരിക്കും. അതിന്റെ ആ ഒരു ലിസണിംഗ് ആണ് എംപത്തറ്റിക് ലിസണിംഗ്. നമ്മൾ എന്താ പറഞ്ഞത്? ടൈപ്സ് ഓഫ് ലിസണിംഗിൽ എംപത്തറ്റിക് ലിസണിംഗ് വരെ എത്തി. നിങ്ങൾ ചോദ്യം മറന്നു പോകുന്നത് കേട്ടോ ഇതിന്റെ ഇടയിൽ. ഓക്കെ, അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ക്രിട്ടിക്കൽ ലിസണിംഗ് എന്താ? ലിസണിംഗ് വിത്ത് എ ഗോൾ ഓഫ് ഇവാലുവേറ്റിംഗ് ആൻഡ് അനലൈസിംഗ് ദ ഇൻഫർമേഷൻ ബീങ് പ്രസന്റഡ്. ലിസണിംഗ് വിത്ത് എ ഗോൾ. അപ്പൊ ഫോർ എക്സാമ്പിൾ എന്താ പറയാ? ലിസണിംഗ് ടു എ ഡിബേറ്റ് ആൻഡ് ക്രിട്ടിക്കലി അനലൈസിംഗ് ദ ആർഗ്യുമെന്റ്സ് ടു ദ ഫോം ഓഫ് യുവർ ഒപ്പീനിയൻ. ഒരു ഡിബേറ്റ് നമ്മൾ ലിസൺ ചെയ്യുക, ആൻഡ് ക്രിട്ടിക്കലി അനലൈസ്, എന്നിട്ട് എന്ത് ചെയ്യുക? വിമർശനാത്മകമായിട്ട് എന്ത് ചെയ്യുക? അനലൈസ് ചെയ്യുക, അതിനെ വിലയിരുത്തുക. ആർഗ്യുമെന്റ്സ് ടു ഫോം യുവർ ഒപ്പീനിയൻ, നിങ്ങളുടെ ഒപ്പീനിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ക്രിട്ടിക്കൽ ആയിട്ട് നമ്മളതിനെ കാണുക. അത് തന്നെ ക്രിട്ടിക്കൽ ലിസണിംഗ് പറഞ്ഞാൽ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യുക? അത് ക്രിട്ടിക്കൽ ആയിട്ട് നമ്മൾ വിമർശനാത്മകമായിട്ട് ലിസൺ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഏത് കാര്യമായാലും അങ്ങനെ നമുക്കൊരു പ്രവണതല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്തതിലേക്ക് പോവാം. Listening skills in synchronous communication. Explain. Listening skills in synchronous communication refers to the ability to listen carefully and respond in real time during in live conversations such as phone calls,